KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കടുവ ഉളിക്കൽ പഞ്ചായത്ത്, പായം പഞ്ചായത്ത്, അയ്യങ്കുന്ന് പഞ്ചായത്ത്, ആർളം പഞ്ചായത്ത് എല്ലാം കടന്ന് 40 ദിവസം ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ച് അതിന്റെ പുറകെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു. 40 ദിവസം ഞാൻ ആ കടുവയെ പിടികൂടേണ്ട ഒരു ആവശ്യകത സംബന്ധിച്ച് ഫോറസ്റ്റ് മന്ത്രിക്ക് ഞാൻ പെറ്റീഷൻ കൊടുത്ത് മന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടു, ഇതിലാവശ്യമായ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകാൻ ഞാൻ ആവശ്യപ്പെട്ട്, ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം എഴുതി. ആ കടലാസും കൊണ്ട് ഞാൻ കേരളത്തിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ പോയി 2 മണിക്കൂർ ചർച്ച ചെയ്ത് 2 മണിക്കൂർ ചർച്ച ചെയ്ത് അന്ന് ഗംഗാ സിംഗ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ്, ബെന്നിച്ചൻ തോമസ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററാണ്. അവരുമായിട്ട് ഞാനും കൂടി ഇരുന്ന് 2 മണിക്കൂർ ചർച്ച ചെയ്തിട്ടും അവർ ഈ കടുവയെ പിടികൂടാൻ തീരുമാനിച്ചില്ല. ആ കടുവയാണ് ഉളിക്കലിൽ നിന്ന് കണ്ട് 40 ദിവസം കേരളത്തിലെ കണ്ണൂർ ജില്ലയുടെയും മാനന്തവാടിയുടെയും ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ച കടുവയാണ് തൊണ്ടർനാട് പോയി സലു എന്ന തോമസിനെ കടിച്ചുകീറി കൊന്നത്. അതിന് ഞാൻ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരുന്നു. അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല ഗവൺമെന്റ്. എന്താണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? ഈ വന്യമൃഗ ശല്യം എന്ന വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ കേരളത്തിലെ പ്രതിപക്ഷം, വയനാട്ടിലെ ആന കടുവാ ശല്യം, ടി സിദ്ദിഖ് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. കോതമംഗലത്തെ 2 ആളുകളെ ആന കൊന്ന സന്ദർഭത്തിൽ മാത്യു കൊളുനാടൻ MLA മറ്റൊരു അടിയന്തര പ്രമേയത്തിന് സഭയിൽ അനുമതി തേടിക്കൊണ്ട് സംസാരിച്ചു. ഈ 4 അടിയന്തര പ്രമേയങ്ങൾ ഈ 15ാം കേരള നിയമസഭയിൽ വന്നപ്പോൾ ഈ 4നും അനുമതി നിഷേധിച്ചവരാണ് ഇന്നിപ്പോൾ ഇതുമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ എത്തി നിൽക്കുമ്പോഴുള്ള തെരഞ്ഞെടുപ്പിൽ ജനവിധി തങ്ങൾക്കെതിരായിരിക്കും എന്ന് കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇപ്പൊ ഈ നിയമം ഭേദഗതിയുമായിട്ട് വന്നിട്ടുള്ളത്. അതിനെ സാമാന്യ ബുദ്ധിയുള്ള ആളുകളും ഈ കാര്യത്തിൽ അനുഭവ സമ്പത്തുള്ള ആളുകളും വിവരമുള്ള ആളുകളും ഈ നിയമത്തിന്റെ പോരായ്മകൾ പരസ്യമായിട്ട് തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. കത്തോലിക്ക കോൺഗ്രസ് ആ കാര്യം ചൂണ്ടിക്കാട്ടിയത് ശരിയാണ്. മുഖ്യമന്ത്രിയുടെ കാറിൽ വന്നത് അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രി നല്ല വിശ്വാസിയാണ്, അതൊക്കെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്. ആ തരത്തിലെ ആളുകൾ നമ്മളിപ്പോ പറഞ്ഞല്ലോ, അവിടെ ആളില്ലായിരുന്നു എന്നുള്ളത് സമ്മതിച്ചല്ലോ. നിങ്ങൾ തന്നെയല്ലേ, ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയല്ലേ, ദൃശ്യമാധ്യമങ്ങൾ തന്നെയല്ലേ ജനങ്ങളെ കാണിച്ചു കൊടുത്തത്. ഇപ്പൊ ബാക്കി പറഞ്ഞതിനൊന്നും 4000 മുകളിൽ രജിസ്ട്രേഷൻ ഉണ്ടായതെന്നാണ് പറയുന്നത്. രജിസ്ട്രേഷൻ എത്ര വേണേലും ഉണ്ടാക്കാം. ഉദ്ഘാടനത്തിന് ശേഷം വിവിധ സെഷൻസിനായി മാറിയതാണ്, അല്ലാതെ അത് ശരി. വളരെ ഗൗരവമായ ആശങ്കയാണ്. ഇപ്പോൾ യാതൊരു ആവശ്യമില്ലാത്തൊരു പരിഷ്കരണമാണ്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം, ഇന്നലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ വിളിച്ച മീറ്റിംഗിൽ PC വിഷ്ണുനാഥ് MLAയും M ലിജുവും അബ്ദുറഹ്മാനും 3 കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് പോയത്. അവർ ഞാനുമായിട്ട് പ്രതിപക്ഷ നേതാവുമായിട്ടൊക്കെ സംസാരിച്ച് ഞങ്ങൾ ധാരണയിലാണ് പോയത്. ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത് വളരെ വ്യക്തമായ, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത 3 കാര്യങ്ങളാണ് മെയിനായിട്ട്. ഒന്ന്, കേരളം ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ജനറൽ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പ്രയാസമാണ്. ഉദ്യോഗസ്ഥന്മാരുടെ ലഭ്യത കുറവുണ്ടാവും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഭാരിച്ച ഒരു ചുമതലയാണ്. ഇനി വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുക, അതാണ് ലക്ഷ്യമെങ്കിൽ അതിനെന്തും ചെയ്തോട്ടെ. മാർട്ടിൻ ജോർജിന് ഇവിടെ വോട്ട് വേണ്ടെന്നാണെങ്കിൽ തീരുമാനിച്ചോട്ടെ. മാർട്ടിൻ ജോർജിനോട് വോട്ട് ചേർക്കാൻ, കെ സുധാകരന് തോട്ടടയിൽ വോട്ട് ചേർക്കാൻ അർഹതയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വോട്ട് തള്ളിക്കോട്ടെ. പക്ഷെ ഇതിന് എന്തിനാ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നു? നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിക്കണോ? 2002 അതിന്റെ ഒരു ഡേറ്റ് ആയിട്ട് നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം പുറകോട്ട് പോകണം? 23 കൊല്ലത്തിനിടയിൽ എത്രയോ ആളുകൾ, 55 ലക്ഷം ആളുകൾ വോട്ട് ചേർത്തിട്ടുണ്ട്. അവരെ എന്തിനു പീഡിപ്പിക്കണം? അത് കേന്ദ്രത്തിൽ ബീഹാറിൽ ഗവൺമെന്റും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി നടത്തിയ അട്ടിമറിയുടെ മറ്റൊരു നടപടിയാണ്. അതിനെ ഞങ്ങൾ എതിർക്കുന്നു. അതിൽ ജനങ്ങൾക്കുള്ള പ്രയാസം ഇന്നലത്തെ മീറ്റിംഗിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. അത് സർക്കാരും ഇലക്ഷൻ കമ്മീഷനും അത് ചെവിക്കണം. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം കൂടി ഞാനിപ്പോ പറയുന്നില്ല. നല്ല
തീർന്ന പരാജയമാണ് എന്ന് പറയുന്ന ഘട്ടത്തിലാണ് കർണാടകയുടെ റവന്യൂ മന്ത്രി ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ മുക്തകണ്ഠം പ്രശംസിച്ചു. ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. വയനാട് DCC